അവർ ഈ കുട്ടികളുടെ നേരെയും അതുപോലെ തന്നെ അവരെ സ്വീകരിക്കാൻ വന്ന സിസ്റ്റേഴ്സിൻ്റെ നേരെയും ആക്രോശിക്കുന്നതും അവരുമായി ബഹളമുണ്ടാക്കുന്നതും വഴക്കു കൂടുന്നതും അതിലൊരു ആൺകുട്ടിയെ ഇവരെ കൊണ്ടുപോകാനായി കൂടെ വന്നിരുന്ന ഒരു ആൺകുട്ടിയെ മർദ്ദിക്കുന്നതിൻ്റെയും മറ്റും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദുവിൻ്റെ രാജ്യം എന്നതുപോലെ തന്നെ ഒരു മുസ്ലിമിൻ്റെ രാജ്യമാണ്. ഇതൊരു മുസ്ലിമിൻ്റെ രാജ്യം എന്നതുപോലെ തന്നെ ഭാരതം ഒരു ക്രിസ്ത്യാനിയുടെയും രാജ്യമാണ്. ഹലോ ഓൾ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഡിംസ് മീഡിയ കോളേജിന്റെ ഡയറക്ടറായ റെവറൻഡ് ഡോക്ടർ ആന്റണി വടക്കേക്കര വിസി ആണ്. അപ്പോൾ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ ഞാൻ ഈ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, വെൽക്കം. താങ്ക് യു. അച്ഛാ, ഇന്ന് നമ്മൾ കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ആ ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിൻ്റെ റിമാൻഡുമായി ബന്ധപ്പെട്ടുള്ള ആ ഇഷ്യൂ. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള സിസ്റ്റേഴ്സാണ്, അവർ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഛത്തീസ്ഗഡിലേക്ക് പോയതാണ്. അപ്പോൾ അവരെ ഈ ഒരു ഇഷ്യൂവിനെ പറ്റി അച്ഛന് എന്താണ് സംസാരിക്കാനുള്ളത്? നമ്മുടെ ഇന്ത്യ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ജനാധിപത്യം, മതേതരത്വം എന്നിങ്ങനെയുള്ള ആശയത്തിനാണ് മുറിവേറ്റിരിക്കുന്നത്. രണ്ട് കന്യാസ്ത്രീകളല്ല റിമാൻഡിലായി ജയിലിൽ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ മതേതര ഭരണഘടനയാണ് റിമാൻഡിലായി ജയിലിലായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും രോഗികളും മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടവരും നിരാലംബരുമായ മനുഷ്യർക്ക് കാലാകാലങ്ങളായി ശുശ്രൂഷയും സേവനവും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് കത്തോലിക്കരായ മിഷണറിമാർ. അത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്രകാരമുള്ള ഒരു സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 60ഓളം വർഷങ്ങളായി ഒരു ആതുര ശുശ്രൂഷാലയം നടത്തുന്ന ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ASMI എന്ന കോൺഗ്രിഗേഷനിൽപ്പെട്ട സിസ്റ്റർ പ്രീതി മേരി, അതോടൊപ്പം തന്നെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിങ്ങനെ 2 സിസ്റ്റേഴ്സ് നോർത്ത് ഇന്ത്യയിലെ ഛത്തീസ്ഗഡിലുള്ള ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സമൂഹത്തിൽ ജോലിയും കൂലിയും ഇല്ലാത്ത പാവപ്പെട്ടവരായ പ്രായപൂർത്തിയായ 19 വയസ്സിനും 22 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ക്രൈസ്തവരായ 3 യുവതികളെ അവരുടെ സ്ഥാപനങ്ങളിൽ ജോലികൾക്ക് വേണ്ടി കൊണ്ടുപോകാനായിട്ട് വന്നപ്പോഴാണ് ഒരു ആൾക്കൂട്ടത്തിൻ്റെ പ്രകോപനത്തിന് വശംവദരായി നിയമപാലകർ കേസെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ബജ്റംഗ് ദൾ എന്നു പേരുള്ള ഒരു വർഗീയ വിഘടിത സേന ഇപ്രകാരം വലിയ ആക്രോശമുണ്ടാക്കി ആൾക്കൂട്ടം മുഴുവനായി നിന്നുകൊണ്ട് പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ പിരിഞ്ഞു പോകൂ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പോലീസ് അതിന് വശംവദരായിട്ടുണ്ടെങ്കിൽ നീതി നിഷേധമാണ് നടന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കന്യാസ്ത്രീമാർ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കേട്ടോ. അത് ഞാനാവട്ടെ മറ്റാരെങ്കിലും ആകട്ടെ, ഏതെങ്കിലും തരത്തിൽ ശിക്ഷാർഹമായ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിച്ചോട്ടെ. പക്ഷെ ഇവിടെ നീതി നിഷേധമാണ് സംഭവിച്ചത് എന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം ഈ വന്ന കുട്ടികൾ പ്രായപൂർത്തിയായവരാണ്. അവരുടെ മാതാപിതാക്കന്മാരുടെ സമ്മതപത്രത്തോടു കൂടിയാണ് അവർ വന്നത്. അവരെല്ലാവരും ക്രൈസ്തവരാണ്. ആദ്യമേ തന്നെ ബജ്റംഗ് ദളിന്റെ പ്രവർത്തകർ ആരോപിച്ച കുറ്റം എന്താണെന്നറിയാവോ? മതപരിവർത്തനത്തിന് വേണ്ടി ഈ കുട്ടികളെ കൊണ്ടുപോകുന്നു എന്നാണ്. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഈ കുട്ടികൾ ഓൾറെഡി ക്രിസ്ത്യാനികളാണ് എന്ന വിവരം. ക്രിസ്ത്യാനികളെ വീണ്ടും മതപരിവർത്തനം ചെയ്ത് എങ്ങോട്ടാ മാറ്റുന്ന ഇവര് കന്യാസ്ത്രീമാര്. അതുകൊണ്ട് തന്നെയും ആ കുറ്റം നിലനിൽക്കില്ല എന്ന് കണ്ടതുകൊണ്ടാകണം ഉടനെ തന്നെ ഒരു പ്ലേറ്റ് മാറ്റി അതുകൊണ്ട് തന്നെയും മനുഷ്യക്കടത്ത് എന്ന ആരോപണത്തിലേക്കാണ് അവർ വരുന്നത്. ഇപ്രകാരം ബേസ്ലെസ് ആയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസെടുത്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞ 25-ാം തീയതി മുതൽ ഈ കന്യാസ്ത്രീമാർ ജയിലഴികൾക്കുള്ളിൽ കിടക്കുകയാണ്. മനുഷ്യനോട് സ്നേഹം കാണിച്ചതാണോ അവർ ചെയ്ത കുറ്റം? അല്ലെങ്കിൽ മനുഷ്യർക്ക് നീതി നടപ്പാക്കി കൊടുക്കാൻ, സമൂഹത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ, ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ, അവർക്ക് ജോലി സ്ഥിരത ഉറപ്പാക്കാൻ, അവർക്ക് കൈകളിൽ കൂലിയും വേജസും കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങളാണോ അവർ ചെയ്ത കുറ്റം? അങ്ങനെയെങ്കിൽ ആ കുറ്റം നമ്മളെല്ലാവരും ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നീതി നിഷേധം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. നമ്മുടെ ജനാധിപത്യ മതേതരത്വ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ആർക്കും അവകാശമില്ല. അതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാൻ, ആ വിശ്വാസം ജീവിക്കാനുള്ള അവകാശം ഭരണഘടന എനിക്ക് തന്നിട്ടുണ്ട്.
അത് നിഷേധിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയും ഛത്തീസ്ഗഡിലെ ദുർഗിൽ വെച്ച് 2 മലയാളി കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ജയിലിലടച്ചിരിക്കുന്ന സംഭവത്തെ നമ്മൾ തീർച്ചയായും അപലപിക്കുന്നു. ഇത് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും വലിയ വേദന ഉളവാക്കുന്ന ഒരു സംഭവവുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഈ സിസ്റ്റർമാരിൽ ഒരു സിസ്റ്റർ ഒരു ഹൈന്ദവ പയ്യനെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് അവരുടെ തന്നെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം വൈറലാണ്. അപ്പോൾ ഈ ചിത്രം വന്നതോടുകൂടി മതപരിവർത്തനം എന്നൊരു വിഷയം ഇവിടെ സാധൂകരിച്ച് പോവുകയാണ് ചെയ്യുന്നത്, അപ്രസക്തമാവുകയാണ്. അപ്പൊ അതിനെപ്പറ്റി അച്ഛൻ്റെ ഒരു അഭിപ്രായം? നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യം ബഹുമത വിശ്വാസികളുടെ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന മതം മാത്രമാണ് ശരി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ മണ്ടന്മാരാണ്. അതുകൊണ്ട് തന്നെയും എനിക്ക് എൻ്റെ വിശ്വാസം ഉള്ളപ്പോൾ തന്നെ മറ്റേതൊരു വ്യക്തിക്കും, ഹൈന്ദവ മതവിശ്വാസിക്ക് ആ വിശ്വാസത്തിൽ ജീവിക്കാൻ, ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് ആ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ആരെയും ഫോഴ്സ്ഫുള്ളി മതപരിവർത്തനം ചെയ്യുക എന്നുള്ളത് ക്രൈസ്തവ മിഷണറിമാരുടെ ലക്ഷ്യമേ അല്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ ഉന്നമനമാണ്. അതിനു വേണ്ടിയിട്ടാണ് കാലാകാലങ്ങളായി ക്രൈസ്തവ മിഷണറിമാർ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ആതുരാലയങ്ങൾ നടത്തുന്നുണ്ട്. ഇവയിലൂടെ എല്ലാം എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ടവരായ മനുഷ്യർക്ക് അല്പം കൂടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ആ പരിശ്രമം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള മതവർഗീയവാദികൾ, രാഷ്ട്രീയ കോമരങ്ങൾ, അവർ വിശ്വസിക്കുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ തടയാൻ വന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇതൊരു ഹിന്ദുവിൻ്റെ രാജ്യം എന്നതുപോലെ തന്നെ ഒരു മുസ്ലിമിൻ്റെ രാജ്യമാണ്. ഇതൊരു മുസ്ലിമിൻ്റെ രാജ്യം എന്നതുപോലെ തന്നെ ഭാരതം ഒരു ക്രിസ്ത്യാനിയുടെയും രാജ്യമാണ്. ഇവിടെയുള്ള എല്ലാ മതവിശ്വാസികളും മതത്തിൻ്റെ വേലിക്കെട്ടുകളില്ലാതെ ജീവിക്കാനുള്ള അവകാശം, പൗരസ്വാതന്ത്ര്യം അംബേദ്കർ എഴുതി വെച്ച ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇവിടെ നീതി നിഷേധം സംഭവിച്ചിരിക്കുന്നു. ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ രേഖകളും പ്രൊഡ്യൂസ് ചെയ്തിട്ടും അവിടെ വന്നിരുന്ന ഒരു സ്ത്രീ, ബജ്രംഗ് ദളിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നു, ദീപ്തി ശർമ്മ എന്നോ മറ്റോ ആണ് അവരുടെ പേര്. അവർ ഈ കുട്ടികളുടെ നേരെയും അതുപോലെ തന്നെ അവരെ സ്വീകരിക്കാൻ വന്ന സിസ്റ്റേഴ്സിൻ്റെ നേരെയും ആക്രോശിക്കുന്നതും അവരുമായി ബഹളം ഉണ്ടാക്കുന്നതും വഴക്കുകൂടുന്നതും, അതിലൊരു ആൺകുട്ടിയെ, ഇവരെ കൊണ്ടുപോകാനായി കൂടെ വന്നിരുന്ന ഒരു ആൺകുട്ടിയെ മർദ്ദിക്കുന്നതിൻ്റെയും മറ്റും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഇവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഒരു പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞത് എന്നുള്ള വാർത്തകളും വീഡിയോ ദൃശ്യങ്ങൾ അടക്കം സോഷ്യൽ മീഡിയകളിൽ അവൈലബിൾ ആണ്. മുഖ്യധാര മാധ്യമങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിശ്വാസിയാണെന്ന് കരുതി സന്യാസ വസ്ത്രമിട്ടവർക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അഭിലഷണീയമല്ല. ഇത് ഇന്ത്യ എന്ന ആശയത്തിനേറ്റ മുറിവാണ്. അതുകൊണ്ട് ഇപ്രകാരമുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭരണകൂടങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ തെറ്റ് എത്രയും വേഗം തിരുത്തണം. ഈ കന്യാസ്ത്രീമാര് ജയിലിൽ നിന്നും വിമുക്തരാകണമെന്ന് മാത്രമല്ല നമ്മുടെ ആവശ്യം. ആരൊക്കെയാണോ ആൾക്കൂട്ട വിചാരണ നടത്തി ഇപ്രകാരം കെട്ടിച്ചമച്ച ഒരു കേസുണ്ടാക്കാൻ കാരണമായി തീർന്നത്, അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുകൊടുക്കുന്ന ശിക്ഷ അവർക്കെല്ലാവർക്കും വാങ്ങിക്കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യണം. അങ്ങനെ മാത്രമേ ഈ കന്യാസ്ത്രീമാർക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വിഷയത്തിൽ ആധികാരികമായി നമ്മളോട് സംസാരിച്ച അച്ഛന് ഞാൻ ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഈ സിസ്റ്റേഴ്സിന് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അവർക്ക് വേണ്ടി അണിചേരാം, ഒന്നിക്കാം. ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും ഒന്നുചേരാം. ആൻഡ് ദിസ് ഈസ് ജെറി സൈനിങ് ഓഫ്. ബൈ.